നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഇവർക്കും സ്വാഗതം. ഫെറാൻ ടോറസ് PSG പോവുകയാണല്ലോ. കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമായി. ഇനിയിപ്പോൾ എന്തായി ബാഴ്സലോണ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് താരങ്ങളുടെ കാര്യം? അതാണ് ബാഴ്സ ആരാധകർ ഉറ്റുനോക്കുന്നത്. റോഡ്രിയും ഹുലിയൻ അൽവാരസും. നമ്മളൊന്ന് നോക്കുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ദി ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, മാഞ്ചസ്റ്റർ സിറ്റി ബാഴ്സലോണയുടെ രണ്ടാമത്തെ ഓഫറും റിജക്റ്റ് ചെയ്തു എന്നാണ്. 60 മില്യൺ യൂറോ ആണ് ഈ രണ്ടാമത്തെ ഓഫറിൽ മുഴുവൻ പാക്കേജ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പറ്റില്ല, പോരാ എന്ന് തന്നെ സിറ്റി നിലപാടെടുക്കുന്നു. 80 മില്യൺ യൂറോ കിട്ടണം. അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നത് 80 മില്യൺ യൂറോയാണ് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ഇതാ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ റോഡ്രിയുടെ കാര്യം ഇന്നിപ്പോൾ സ്പോട്ടടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് റോഡ്രി ഇമ്മിനൻ്റ് എന്ന് പറഞ്ഞിട്ടാണ്. റോഡ്രി എന്തായാലും എത്തും എന്നുള്ള രൂപത്തിലാണ് അവരുടെയൊക്കെ റിപ്പോർട്ടിൽ വരുന്നത്. ബട്ട് നിലവിൽ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ ബാഴ്സ കോൺഫിഡൻ്റ് ആണ്. 80 മില്യൺ യൂറോയിലേക്ക് തങ്ങൾക്ക് എത്താൻ കഴിയും. അത് കൊടുത്താൽ താരത്തെ സ്വന്തമാക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് റോഡ്രിയുടെ കാര്യത്തിൽ ഇപ്പോൾ ബാഴ്സലോണ നിൽക്കുന്നത്. അതേസമയം ഹുലിയൻ അൽവാരസിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. അത്രയധികം ഒപ്റ്റിമിസ്റ്റിക് അല്ല ബാഴ്സലോണ എന്നുള്ളതാണ്. ഇന്നലെ ഡിയേഗോ സിമിയോണിയുമായിട്ട് ഹുലിയൻ സംസാരിച്ചു. പക്ഷേ സിമിയോണി തൻ്റെ സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇതിൽ എനിക്കൊന്നും ചെയ്യാനില്ല, ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ക്ലബ്ബാണ്. സ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റും, പക്ഷേ ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ക്ലബ്ബാണ് എന്ന് പറഞ്ഞ് സിമിയോണി കൈയൊഴിയുകയാണ് ചെയ്തത് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഹുലിയൻ അനോയിഡാണ് എന്നുകൂടി മുണ്ടോ ഡിപ്പോർട്ടിവൊക്കെ റിപ്പോർട്ട് ചെയ്തത്. കാരണം മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ഹുലിയനെ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് സിമിയോണി. അന്ന് അദ്ദേഹത്തെ പെർസ്വേഡ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചെത്തിച്ച ആളാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം അത്ലറ്റിക്കോ വിടാൻ വേണ്ടി മാനസികമായിട്ട് ആ രൂപത്തിലേക്ക് മാറിയ സമയത്തും പക്ഷേ നല്ല രൂപത്തിലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സിമിയോണി സഹായിക്കുന്നില്ല എന്നുള്ളതിൽ ഹൂലിയൻ എതിർപ്പുണ്ട് എന്ന വാർത്തകൾ സ്പാനിഷ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഹൂലിയൻ്റെ കാര്യത്തിൽ ബാഴ്സലോണ ഹൂലിയൻ്റെ സിറ്റുവേഷൻ വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദേ കാൻ ഡു എനിത്തിങ് എൽസ്. അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ബാഴ്സലോണ ഇനി എന്ത് നീക്കമാണ് നടത്തേണ്ടത്? അവർ ഓൾറെഡി 100 മില്യൺ യൂറോയുടെ മുകളിലൊരു ഓഫർ കൊടുത്തു. ഇല്ല, ഹുലിയൻ വിൽപ്പനയ്ക്കില്ല എന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് തിരിച്ചറിയിക്കുകയും ചെയ്തു. പിന്നെ നടക്കണമെങ്കിൽ ഒരേ ഒരു കാര്യമേ സാധ്യമാവുള്ളൂ. ഹുലിയൻ അൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ സംസാരിച്ച്, അതിപ്പം കോച്ച് കൈവിട്ടെങ്കിൽ ബോർഡിലുള്ള മറ്റുള്ളവരോട് സംസാരിച്ച് തനിക്ക് അനുകൂലമായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇനി ബാഴ്സയ്ക്ക് അതിൽ ഇടപെടാൻ പറ്റൂ. ഇതാണ് നിലവിലൊരവസ്ഥ. ഏതായാലും ദേ ആർ വെയിറ്റിംഗ് ടു സീ ഇഫ് ദി പ്ലെയർ വിൽ ഡു സംതിങ് ടു ഫോഴ്സ് ഹിസ് ട്രാൻസ്ഫർ എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ബാഴ്സലോണ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇനി അവർക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല, മറിച്ച് ഹുലിയൻ തന്നെ ട്രാൻസ്ഫർ നടക്കണം എന്നുള്ളത് ഫോഴ്സ്ഫുള്ളി ചില നീക്കങ്ങൾ നടത്തുമോ എന്നുള്ളതാണ് അവർ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിലവിലെ ഒരു സ്ഥിതിവിശേഷം. ഈ രണ്ട് ട്രാൻസ്ഫറുകളും ഇതുവരെ ക്ലോസ് ആവുന്ന ഒരവസ്ഥയിലല്ല. പക്ഷേ റോഡ്രിയുടെ ഇത് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.